ഞാൻ കല്ലുമുക്ക് സെൻറ്റ് ജോർജ് പള്ളിയിലെ ട്രസ്റ്റിയാണ് ഈ വർഷത്തെ. നമുക്ക് അനൂപച്ചനെ അറിയുന്നത് കഴിഞ്ഞ വർഷം ഇവിടെ വികാരിയായി വന്നതിന് ശേഷമാണ്. 2024 മെയ്യിൽ വന്ന സമയം തൊട്ട് നമ്മൾ ഇടവകക്കാരോടെല്ലാം വളരെ ഫ്രീ ആയിട്ട് ഇടപഴകി ഊഷ്മളമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അച്ഛൻ്റേത്. അതുകൂടാതെ അച്ഛന് സഹജീവികളോടുള്ള സ്നേഹം അങ്ങനെയുള്ള എല്ലാ രീതിയിലും അച്ഛന് കുറേ പക്ഷികളും കാര്യങ്ങളും അങ്ങനെ വളരെ പ്രകൃതിയായിട്ടും ഇടവകക്കാരുമായിട്ടും വളരെ ഇണങ്ങി ജീവിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. ഈ വർഷത്തെ ട്രസ്റ്റിയായിട്ട് എന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ സാങ്കേതികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഞാൻ അച്ഛനെ അറിയിച്ചതാണ്. അപ്പോൾ അച്ഛനാണ് നമുക്ക് ഇതിൽ മുമ്പോട്ട് പോകാനുള്ള എല്ലാ ധൈര്യവും തന്ന് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, ഇടവകയിൽ ഓരോരോ കാര്യങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചാർജ് എടുത്ത ആദ്യത്തെ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ഇങ്ങനത്തെ ഒരു ചടങ്ങാവുമെന്ന് നമ്മൾ മനസ്സിൽ പോലും വിചാരിച്ചിരുന്നില്ല. സുഖമില്ല എന്നൊക്കെ അറിഞ്ഞ സമയങ്ങളിൽ നമ്മൾ ഇടവകയിലും മൊത്തമായി പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം അച്ഛൻ്റെ കണ്ടീഷൻ ബെറ്ററായി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് പെട്ടെന്ന് നമുക്ക് ആർക്കും ഉൾക്കൊള്ളാനാവാത്ത ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഇടയിൽ വന്ന് ഞങ്ങൾ വളരെ നല്ല രീതിയിൽ നോക്കി നടത്തി പെട്ടെന്ന് തന്നെ എല്ലാവരെയും ഒരേപോലെ കൊണ്ടു നടന്ന ഒരച്ഛനായിരുന്നു അനുഭവിച്ചതിൻ്റെ നഷ്ടം ഞങ്ങൾക്ക് തീരാ വേദനയാണ്. ഇടവകയെ അത്ര വളർത്തിക്കൊണ്ടുവന്ന എല്ലാവരെയും ഒരേപോലെയാണ് കാണുന്ന നാട്ടുകാരെയും അത്രയും നല്ല സുഹൃത്തുബന്ധം പുലർത്തി അച്ഛൻ പോയത് ഞങ്ങൾക്ക് മൊത്തത്തിൽ ഈ നാടിൻ്റെ തന്നെ ഇടവകയുടെ തന്നെ അല്ലെങ്കിൽ ഫറോനയുടെ തന്നെ മൊത്തത്തിൽ രൂപതയുടെ തന്നെ ഒരു നഷ്ടമാണ് ഞങ്ങൾക്കുണ്ടായിരിക്കുന്നത്. അച്ഛനെ പെട്ടെന്നുള്ള വേർപാട് മാനന്തവാടി രൂപതയും ഞങ്ങളെല്ലാം സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ വേദനിപ്പിക്കുന്ന കാരണം ഈ കൊറോണയിലായിരുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലം. എല്ലാ കാര്യത്തിലും വളരെ ഓടി നടന്നോടുകൂടി പൗരോഹിത്യം ആസ്വദിച്ച് പോകുന്ന ഒരു അച്ഛനെയാണ് അനുഭവത്തിന് കാണാൻ സാധിച്ചിട്ടുള്ളത്. ചെയ്ത കാര്യങ്ങൾ ഇരുന്ന സ്ഥലങ്ങളെല്ലാം ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ആശുപത്രി കൊണ്ടുപോകാനും ഒക്കെ ഞാനും കൂടെ നിന്നതാണ്. ഇപ്പോൾ ഒത്തിരിയേറെ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്നലെ വരെ ഞങ്ങൾ നിന്നിരുന്നത്. പെട്ടെന്നുള്ള വേർപാട് രൂപതയെ ഞങ്ങളെല്ലാവരെയും ഒത്തിരിയേറെ വേദനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ പുറപ്പെട്ട് അനുഭവിച്ച വിശുദ്ധനായൊരു മനുഷ്യനായിരുന്നു. സ്വർഗപിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് അദ്ദേഹത്തെ സ്ഥാനമുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥം ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. മരണം മൂലം നമ്മിൽ നിന്നും വേർപെട്ട് സ്വർഗീയ യാത്രയിലായിരിക്കുന്ന മാനന്തവാടി രൂപതാംഗമായ ബഹുമാനപ്പെട്ട അനുപലമുതലച്ഛൻ്റെ ദേഹവിയോഗത്തിൽ നാം എല്ലാവരും വളരെയധികം ദുഃഖിതരാണ്. വളരെ തീക്ഷ്ണതയോടുകൂടെ അജപാല ശുശ്രൂഷയിലെ തന്നെ ഏൽപ്പിച്ച എല്ലാ ഇടവകളിലും പ്രവർത്തിച്ചത് അദ്ദേഹത്തിൻ്റെ ആ അജപാല ശുശ്രൂഷ വളരെ സന്തോഷത്തോടുകൂടെ ഏറ്റുവാങ്ങിയ നിരവധി ആളുകൾ ആ വലിയ ശുശ്രൂഷയുടെ ഫലം അനുഭവിച്ചവരെ എല്ലാം തന്നെ വലിയ ദുഃഖത്തിലാണ് ഇപ്പോൾ. ഈ വേർപാട് ദുഃഖം ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ശുശ്രൂഷ ഏറ്റുവാങ്ങിയ ആ ജനങ്ങളുമായിട്ടുള്ള വലിയ ആത്മബന്ധത്തിൻ്റെ വെളിച്ചത്തിൽ തീവ്രമായ ദുഃഖമാണ് എല്ലാവരും തന്നെ അനുഭവിക്കുക. ആ ദുഃഖത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുന്നു. ഒപ്പം ബത്തേരി രൂപതയുടെ രൂപതാധ്യക്ഷനും ബഹുമാനപ്പെട്ട എല്ലാ വൈദികരും സന്യാസിതരും ദൈവജനവും ഈ ദുഃഖത്തിൽ പങ്കുചേരുകയും അനുപച്ചൻ്റെ കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും പ്രാർത്ഥന നിർഭരമായിട്ടുള്ള അനുശോചനവും രേഖപ്പെടുത്തുകയും ഈ ദുഃഖത്തിൽ ഞങ്ങളും ചേരുകയും ചെയ്യുന്നു എന്നറിയിക്കുകയും ചെയ്യുകയാണ്. അച്ഛൻ ഞങ്ങൾക്ക് ഒത്തിരി വേണ്ടപ്പെട്ട ആളായിരുന്നു. ശരിക്കും അച്ഛൻ്റെ വേർപാടിൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രമാത്രം എന്താണ് പറയുക,
നല്ലൊരു അച്ഛനായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും വളരെയധികം ആക്റ്റീവായിട്ട് പ്രവർത്തിച്ച ആളാണ്. എല്ലാത്തിലും ഞങ്ങളുടെ കൂടെ നിന്ന ആളാണ്. ഒരു പക്ഷഭേദവും കാട്ടാതെ വളരെ എല്ലാവരോടും ഒരേപോലെ പെരുമാറുന്ന, വളരെ സരസനായ, എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ഒരു അച്ഛനായിരുന്നു അദ്ദേഹം. വളരെ കുറച്ചു കാലം, 1 വർഷം മാത്രമേ ഞങ്ങളുടെ ഇടവകയിൽ നിന്നുള്ളൂ എങ്കിലും അച്ഛൻ ഞങ്ങൾക്കെല്ലാം ഒത്തിരി ഇത്രമാത്രം പ്രിയപ്പെട്ടവൻ ആയിരുന്നു എന്നുള്ളത് അദ്ദേഹം ഇവിടെ നിന്ന് ഈ ലോകവാസം വെടിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇത്രയും വേദനയോടുകൂടി ഞങ്ങൾക്ക് താങ്ങാൻ എങ്ങനെ കഴിയുമെന്ന് അറിയില്ല. അത്രയ്ക്ക് നല്ലൊരു അച്ഛനായിരുന്നു ഞങ്ങൾക്ക് അദ്ദേഹം. അച്ഛൻ 2024 ഇവിടെ വികാരി അച്ഛനായിട്ട് വരുന്നത്. മിഷലിങ്ങിനാണെങ്കിലും കേസിനാണെങ്കിലും അങ്ങനെ സപ്പോർട്ട് അച്ഛൻ തരും. എല്ലാവരും നല്ല കൂട്ടായിരുന്നു അച്ഛൻ. എല്ലാവരും മക്കളെ പോലെയാണ് കൊണ്ട് നടക്കുന്നത്. മാതാപിതാക്കൾക്കാണെങ്കിലും കുട്ടികൾക്കും നല്ല സപ്പോർട്ട് ചെയ്യുന്നൊരു അച്ഛനാണ്. അച്ഛൻ്റെ എല്ലാ വിശേഷങ്ങളും ഞങ്ങളോട് പറയും, എല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു അച്ഛനാണ്. എൻ്റെ മരണം ഞങ്ങൾക്ക് വലിയൊരു വേദനയാണ്. ഒരു വർഷത്തെ പരിചയമേ ഉള്ളൂവെങ്കിൽ തന്നെയും ബത്തേരി കൊറോണയുടെ മീറ്റിങ്ങുകളിൽ കണ്ടുപരിചയവും എപ്പോഴും സന്തോഷത്തോടെ ചിരിക്കുന്ന ഒരു മുഖത്തോടെ അച്ഛൻ കാണുവാനും അച്ഛൻ്റെ സ്നേഹം പങ്കിടുവാനുമായിട്ട് സാധിച്ച നിമിഷങ്ങളാണ്. ഏറ്റവും അവസാനമായിട്ട് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച മാസധ്യാനത്തിൽ, ഈ മാസത്തെ ആദ്യത്തെ ചൊവ്വാഴ്ചത്തെ മാസധ്യാനത്തിൽ അച്ഛൻ ട്രാൻസ്ഫർ ഉണ്ടെന്നുള്ള കാര്യം പറയുകയും എല്ലാവർക്കും സൗഹൃദത്തിനെല്ലാം നന്ദി പറഞ്ഞ് പിരിഞ്ഞ ആ ഒരു നിമിഷങ്ങളൊക്കെ ഓർമ്മയിലേക്ക് വരികയാണ്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ന്യൂസാണ് അച്ഛൻ്റെ മരണവാർത്ത ലഭിച്ചപ്പോൾ ഉണ്ടായത്. അതുപോലെ തന്നെ അച്ഛന് അസുഖമായിട്ട് ആശുപത്രിയിലാണെന്ന് അറിഞ്ഞത് പോലും അപ്രകാരമുള്ള ഒരു വളരെ സ്നേഹത്തോടുകൂടി കടന്നുപോയ നിമിഷങ്ങൾക്ക് ശേഷം പെട്ടെന്ന് ആശുപത്രിയിലാണെന്ന് അറിഞ്ഞപ്പോഴും അച്ഛൻ്റെ സ്നേഹത്തോടുകൂടിയുള്ള ആ സമീപനവും സന്തോഷം നിറഞ്ഞ ആ ഒരു മുഖമൊക്കെയാണ് മനസ്സിലേക്ക് വന്നത്. അച്ഛൻ്റെ വേർപാടിലുള്ള ശരിക്കും വലിയ ദുഃഖത്തിലാണ് ഞങ്ങളുള്ളത് എന്ന സത്യം പറയാതിരിക്കാൻ വയ്യ. അച്ഛൻ ഇവിടെ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയി എന്ന് വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴും സ്നേഹത്തോടും സന്തോഷത്തോടും സൗഹൃദത്തോടും കൂടെ എല്ലാവരോടും ഇടപെടുന്ന ഒരു സൗഹൃദമുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അച്ഛൻ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്.